ഇന്നിപ്പോ 4ാമത്തെ ഓർഡർ അമ്മ ക്യാൻസൽ ആവുന്നത്. വലിയ വലിയ ഓർഡറൊക്കെ രാധിക നേരിട്ട് വിളിച്ച് പറയുന്നുണ്ട്. 2ഉം 3ഉം വാങ്ങിച്ചവരാ ഈ നമ്പറിൽ വിളിക്കുന്നത്. ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയ്യോ രാധിക, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഈ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് പത്രത്തിൽ വാർത്തയും കാര്യങ്ങളും വന്നതുകൊണ്ട് ചില ആളുകൾക്ക് താല്പര്യക്കുറവുണ്ട്. അവർ ആറ്റോഷതി വേണ്ടെന്നാ പറഞ്ഞേ. എന്താ ചേട്ടാ ഇത്? ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അതേ മീഡിയാസ് തന്നെ പറഞ്ഞല്ലേ? അതൊക്കെ പറഞ്ഞു. എന്നാലും ആളുകൾ ചോദിക്കുന്നത് ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനമല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണോ എന്നാ. ഇതിപ്പോ സത്യം പറഞ്ഞ ഞങ്ങൾ സദ്യക്ക് വേണ്ടി വാശി പിടിച്ചാൽ ഞങ്ങൾ തമ്മിൽ സ്പ്ലിറ്റായി പോകും. അതുകൊണ്ട് തൽക്കാലം ഇത് വേണ്ടെന്ന് വെക്കാനേ നിവർത്തിയുള്ളൂ. ചേട്ടാ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അല്ല രാധിക, ഇത് ആലോചിക്കാൻ ഒന്നുമില്ല, കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. അത് അറിയിക്കേണ്ടത് എൻ്റെ ഒരു മര്യാദയാണല്ലോ. എന്നാ ശരി. എന്താ മോളെ? മോളെ, നീ കാര്യം എന്താണെന്ന് പറ. നാളത്തെ ഫുഡ് കൊടുക്കേണ്ട ആളാ വിളിച്ചത്. 40 ഊണിന് പറഞ്ഞിരുന്നില്ലേ പുള്ളി? അവർക്ക് ഫുഡ് വേണ്ട. എന്ത് ചെയ്യാനല്ലേ? ഭക്ഷ്യവിഷബാധ കഴിഞ്ഞ ടീമല്ലേ. ഇനി ചിറകം മുളച്ച് പറക്കണമെങ്കിൽ നല്ല സമയമെടുക്കും. മോളെ, ആരോടും മത്സരിക്കാതെ ഒരു കാര്യം തുടങ്ങി. അത് ജയിക്കാന്ന് തോന്നലുണ്ടായി. എന്നിട്ടും തോറ്റുപോയല്ലോ മുത്തശ്ശി. എന്ത് കഷ്ടായത്. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾക്കായി ശിക്ഷിക്കപ്പെടുന്നത്. ഏയ്, എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എഴുന്നേറ്റ് മുറി പോ. മോളുറങ്ങാ? തനിച്ച് കിടത്തിയിട്ട് എങ്ങനെ പോകുന്ന? ഏഞ്ചല് പോയി റെസ്റ്റ് എടുത്തോളൂ. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. കുഞ്ഞിനെ എന്തിനാ വേറെ ആരെങ്കിലും നോക്കുന്ന? ഞാനിവിടെ ഇരിക്കല്ലേ? എഴുന്നേക്കം പറഞ്ഞില്ലേ? എന്താ ഊർമിളേ? കുഞ്ഞുറങ്ങല്ലേ? ഞാൻ അടുത്ത് എഴുന്നേറ്റ് അവള് കരയും. പോവാൻ പറ. ഊർമിള വരൂ. ശങ്കർജി. ആ ഊർമിളേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ആരോടും ശബ്ദമുയർത്തരുതെന്ന്. ജീവിതത്തിലെ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവര് അവരാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. അവരുടെ മനസ്സ് വേദനിക്കാൻ ചെറിയൊരു കാരണം മതി. ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് അതുണ്ടാവരുത്. ഏഞ്ചൽ മേരിക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഏഞ്ചൽ മേരിയെ ഒരു തടവുകാരിയായി നമ്മൾ കണ്ടാൽ പിന്നെ അതൊരിക്കലും പറയാനും പോകുന്നില്ല. സോറി ശങ്കർജി. നമുക്ക് ഏഞ്ചൽ മേരിയെ സാധാരണ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരണം.
ഏഞ്ചൽ മേരിക്ക് പഴയ കാര്യങ്ങൾ നമ്മളോട് പറയാൻ പറ്റണം. അപ്പോ ഏഞ്ചൽ മേരി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ അനുവദിക്കുക. എന്തായാലും ആ കുഞ്ഞിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നത് വ്യക്തമാണല്ലോ. അത്രയും ആളുകൾ നോക്കി നിൽക്കേ കുഞ്ഞിനെ രക്ഷിക്കാൻ ഏഞ്ചൽ വെള്ളത്തിലേക്ക് ചാടുന്നു. അത് കഴിഞ്ഞ് അവൾ സ്വന്തം കുഞ്ഞിനെ പോലെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ ഇരിപ്പ്, ഇപ്പോ കാവലിരിക്കുന്നത്, അതിൻ്റെയൊക്കെ അർത്ഥം ഏഞ്ചലിന്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു കുഞ്ഞുണ്ടെന്ന് തന്നെയാണ്. അതൊരു പക്ഷേ ഏഞ്ചലിനെ കൂട്ടിക്കൊണ്ടുവന്നവർക്ക് പോലും അറിയണമെന്നില്ല. പക്ഷേ നമുക്കത് കണ്ടെത്തണം. അത് ഏഞ്ചലിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉണക്കി കൊടുക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സോ ഏഞ്ചലിനെ ഏഞ്ചലിന്റെ വഴിക്ക് വിടുക. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം കാലം ഏഞ്ചൽ ആ കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ, സമയം ചെലവഴിച്ചോട്ടെ. ഒരു പ്രശ്നവും ഇല്ല. അമ്മയാവുക, മകളാവുക എന്നൊക്കെ പറയുന്നത് എളുപ്പമായ കാര്യമല്ല, പുണ്യപ്രവൃത്തിയാണ്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം. ആ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. എന്തേ? ഇന്നിപ്പോ 4ാമത്തെ ഓർഡർ അമ്മ ക്യാൻസൽ ആവുന്നത്. വലിയ വലിയ ഓർഡറൊക്കെ രാധിക നേരിട്ട് വിളിച്ച് പറയുന്നുണ്ട്. 2ഉം 3ഉം വാങ്ങിച്ചവരാ ഈ നമ്പറിൽ വിളിക്കുന്നത്. ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? രാധിക മോളില്ലേ? അവൾ അകത്തുണ്ട്. എന്താ ചേച്ചി? അല്ല മോളെ, നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് തുടങ്ങണ്ടേ?